നന്നായിട്ടുണ്ട്. നിവിൻപോളിയുടെ ഭയങ്കര ഒരു തിരിച്ചറിവായിട്ട് തോന്നുന്നുണ്ടോ ചേട്ടന്? എന്തായാലും മോശം വരില്ല, നന്നായിട്ടുണ്ട്. ചിരിക്കാനൊക്കെ എത്രത്തോളം ഉണ്ട്? നന്നായിട്ടുണ്ട്. സിനിമ അല്പം പേടിക്കും ചെയ്യും. അല്പം പേടിപ്പെടുത്തും ചെയ്യും. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായിരിക്കും? സ്ക്രിപ്റ്റ് ആണോ, ഡയറക്ടറാണോ, ആക്ടിങ്? ഡയറക്ഷനും സ്ക്രിപ്റ്റും നന്നായിട്ടുണ്ട്. അഖിൽ സത്യന്റെ നന്നായി സ്ക്രിപ്റ്റ് വർക്കൗട്ട് ആയിട്ട് അച്ഛൻ്റെ അതേ ഒരു ഇതല്ലേ ആ പാത പിന്തുടരും. നല്ല സിനിമ, എന്ത് തോന്നി കണ്ടിട്ട്? നല്ല സിനിമയാ. സ്ക്രിപ്റ്റ് കാര്യങ്ങൾ നല്ല സിനിമയാ. നിവിൻപോളിയുടെ ഒരു ആക്ടിങ് കാര്യങ്ങളൊക്കെ നിവിൻ പോളി മാത്രമല്ലായിരുന്നു നന്നായിട്ട്. മൂവി നല്ല ഫിലിം, ഒരു ഫാമിലി എങ്ങനെയുണ്ട് സിനിമ? നല്ല മൂവിയായിരുന്നു. നല്ല മൂവിയാണ്. അതെ അതെ, നമുക്ക് നമ്മുടെ നിവിൻപോളി പഴയ ഒരു ചിരിക്കാനുള്ള ഉറപ്പായിട്ടും നല്ലൊരു തിരിച്ചുവരവ് തന്നെയാണ്. അതെ അതെ, നല്ല പടം, നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു പടം. വളരെ എന്താ പറയുക, നമുക്ക് എപ്പോഴും ഞങ്ങളുടെയൊക്കെ പ്രത്യേകിച്ച് എല്ലാവരും ഭയങ്കര തിരക്കിട്ട ഒരു ജീവിതത്തിലേ നമുക്കൊരു റിലാക്സേഷൻ കിട്ടാനാണ് നമ്മൊരു പടം കാണാൻ വരുന്നത്. അപ്പൊ ഇതേതായാലും വളരെ നല്ലൊരു പടം. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഫീൽ ഗുഡ് മൂവി. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? മക്കളെ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അവിടെ നിവിൻപോളി തിരിച്ചു വന്നോ? എന്തോ നീ കുഴപ്പമില്ല, ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാൻ പറ്റുന്ന മൂവിയാണ്. നല്ലൊരു മൂവിയായിരുന്നു. എന്താ പറയാ, ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ക്രിസ്മസിന് വന്ന് ഫാമിലിയെ കണ്ട് അത്യാവശ്യം ചിരിക്കാനുണ്ട്, അത്യാവശ്യം കരയാനുണ്ട്. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. മനസ്സ് നിറഞ്ഞു. ആൻഡ് നിവിൻപോളിയുടെ ഒരു കംബാക്ക് എന്ന് പറയാം. നല്ലൊരു പുള്ളിയുടെ ഒരു പഴയ ചാമ, ഒരു പുള്ളിയുടെ ഒരു മാനരസങ്ങളുണ്ടല്ലോ, എന്തായാലും വർക്കൗട്ടായിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. അടിപൊളി, നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അതെ, നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. നിവിന്റെ ഒരു കംബാക്ക് എന്ന് പറയാം. ആ ഒരു നിവിന്റെ ഒരു ചാം, നിവിന്റെ ഒരു സ്പെഷ്യൽ ഏരിയാസ് ഉണ്ടല്ലോ, തമാശ, അതൊക്കെ നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നമുക്ക് കണ്ടിറങ്ങുമ്പോൾ ഒരു ക്രിസ്മസിന് മനസ്സ് നിറയുന്ന ഒരു സിനിമ. ഈ പടം ചിരിപ്പിച്ചോ, കരയിപ്പിച്ചോ, പേടിപ്പിച്ചോ? എല്ലാം ചെയ്തു. പേടിപ്പിക്കില്ല, ഇല്ല അങ്ങനെ ഹൊറർ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇല്ല, ഒരു എന്താ പറയാ, ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. പേടിപ്പിക്കലൊന്നുമില്ല, ജസ്റ്റ് ഒരു ചിരിപ്പിച്ചു, കരയിപ്പിച്ചു. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല പടമായിരുന്നു. സർവമായ അടിപൊളിയായിരുന്നു. സന്തോഷം, നല്ല എക്സ്പീരിയൻസ്, നല്ല ഒരു ഫാമിലി എന്റർടൈനർ പടമാണ്. നിങ്ങൾ എല്ലാവരും കണ്ടുനോക്കുക. എല്ലാരും പറയുന്നുണ്ട് ചിരിപ്പിച്ചു പിന്നീട് കരയിപ്പിച്ചു എന്നൊക്കെ സംസാരിക്കുന്നത്. അത് ഉറപ്പായിട്ടും ലാസ്റ്റൊക്കെ ഭയങ്കര ഇമോഷണൽ ഒരു സിനിമയാണ്. സ്റ്റാർട്ടിങ് മൊത്തം കോമഡി ആണെന്നാലും ലാസ്റ്റൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടു നോക്കും എല്ലാവരും പറയുന്നത്. ഒരു സന്തോഷമായ ഒരു കാര്യമാണ് നിവിൻപോളിയുടെ ഹ്യൂമർ സെൻസ്. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും നിവിൻ ചേട്ടൻ ഒരുപാട് മിസ് ചെയ്ത ഒരു കാര്യമായിരുന്നു. നിവിൻ ചേട്ടൻ അജു ചേട്ടന്റെ കോംബോ ഒക്കെ ഭയങ്കര തിയേറ്ററിൽ ഭയങ്കര ചിരിയായിരുന്നു. എനിക്കും ഭയങ്കര എൻജോയബിൾ ആയിരുന്നു അത്. ബ്രോഡ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആക്ട് ഇപ്പോഴും നിവിൻപോളിയുടെ ഒരു കോമ്പിനേഷൻ? അടിപൊളി, ഭയങ്കര ചില്ല് സെറ്റ്, ഭയങ്കര ചില്ല് ആക്ടേഴ്സ്, ഭയങ്കര സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. തിരിച്ചു വന്നോ? ഇഷ്ടപ്പെട്ടോ? നമുക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടോ? നിവിൻപോളിനെ നമുക്ക് ചിരിച്ച മുഖമായിട്ട് കാണാൻ പിന്നെയും പറ്റിയല്ലേ? കുറച്ച് ദിവസം കാണാതിരുന്ന് ഇപ്പൊ കണ്ടപ്പോ സൂപ്പറായിട്ട് നന്നായിട്ടുണ്ട്. എന്ത് തോന്നി? സന്തോഷമായോ? ക്രിസ്മസ് അമ്മയ്ക്ക് സന്തോഷമാണെങ്കിൽ പിന്നെന്താ. കോമഡി സീരിയസ് ആണ്, നല്ല ഫണ്ണുണ്ട്. ഫാമിലി ഓഡിയൻസിനെ പറ്റുള്ളൂ. ഇത് അവരുടെ പടമാണ്, നല്ല ഫിലിമാണ്. നിവിൻപോളിയുടെ ഭയങ്കരമായിട്ടൊരു കംബാക്ക് ആയിരിക്കില്ലേ? ഉറപ്പായിട്ടും ആയിരിക്കും. സത്യനും നിവിൻപോളിയുള്ള സത്യന് നല്ലൊരു ഡയറക്ഷൻ ആണ് കേട്ടോ. നല്ല പുള്ളിയുടെ അച്ഛനെ പോലെ തന്നെ ആ ഒരു ലെവലാണ് പിടിച്ചേക്കണത്. നമുക്ക് സത്യനന്ദിക്കാർ ലാലേട്ടൻ എന്നുള്ളൊരു കോംബോ പോലെ ഇപ്പൊ സത്യൻ ഈ അജു വർഗീസ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് നിവിൻപോളിയുടെ ഒരു സിനിമ വരുന്നത്. അതേപോലെ നല്ല ഫണ്ണാണ്. അവരുള്ളതുകൊണ്ടാണ് പടം ഒരു എന്റർടൈൻമെന്റ് ആയത്. ഇപ്പൊ കണ്ടിറങ്ങിയ സിനിമകൾ ക്രിസ്മസിലെ ഏറ്റവും നല്ല സിനിമയായിട്ട് സർവമായ ലിസ്റ്റിൽപ്പെടുത്താൻ പറ്റുമോ? ഇനി ആ വിഷപ്പൊന്നും കണ്ടിട്ടില്ല, അതൊക്കെ കണ്ടിട്ട് പോകാം. എന്തായാലും ഇത് നല്ലൊരു ഫാമിലി ഓഡിയൻസിന് പറ്റിയ പടമാണ്. എന്തായാലും ഹിറ്റാവും. ഋഷഭ കാണാൻ പോകുന്നുണ്ടോ? നാളെ ഒന്നും വല്ല.